ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കില്ല സാറേ. 2 ദിവസമായി ഉറക്കമില്ലാത്ത കാരണം ഞാൻ ചിലപ്പോൾ പ്രഷർ അടിച്ച് താഴെ വീഴും. നീയല്ലേ ഇപ്പോൾ വീട്ടുകാരെ വിളിച്ച് കുഴപ്പമൊന്നുമില്ല, ഞാനൊരു ക്യാഷ് സെറ്റിൽമെൻറ്റിൽ നിൽക്കുകയെന്ന് പറഞ്ഞു. നാളെ നേരം വെളുക്കുമ്പോൾ നീ ഒരു മരക്കൊമ്പി തൂങ്ങിയെന്നാലും ഞങ്ങളെ ആരും സംശയിക്കില്ല. അതുകൊണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് നിന്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം ഉണ്ടാക്കും ജയേഷേ. സംശയമുണ്ടോ? സാരി പറഞ്ഞതുപോലെ ഞാൻ ഒരു മരക്കൊമ്പിൽ തൂങ്ങി നിൽക്കേണ്ടി വന്നാലും ശരി, ഞാൻ ചെയ്യാത്ത ഒരു കുറ്റം എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുന്നു നിങ്ങൾ വിചാരിക്കണ്ട. ജയേഷ് 38 വയസ്സ്, സൺ ഓഫ് ശിവരാമൻ, തുണ്ടിപ്പറമ്പിൽ ഏഴിക്കുന്ന് എന്ന ആളോട് ചോദിച്ചത് പറഞ്ഞത്. എൻ്റെ നാട്ടിലുള്ള സുമ എന്ന സ്ത്രീയെ ആരോ കൊലപ്പെടുത്തിയ കാര്യം എൻ്റെ അയൽവാസി മനോജേട്ടൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. കൊലപാതകം നടന്ന ദിവസം ഞാൻ രാവിലെ ഏകദേശം 8 മണിയോടെ എൻ്റെ വീട്ടിൽ നിന്നും ജോലിക്ക് പോയി. ഏകദേശം 8:45 പാമ്പനാറുള്ള എൻ്റെ ഷോപ്പിൽ ഞാനെത്തി. ഇത് നീ പോലീസിനോടുത്ത മൊഴിയാണ്. ഇതിൽ വൈകിട്ട് 5 മണി വരെ നീ കടയിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യായിരുന്നാണ് പറഞ്ഞ അല്ലേ? അതെ. ജോബി, അന്നത്തെ കോൾ ഡീറ്റെയിൽസും മൊഴിയും തമ്മിൽ ഒത്തുനോക്കിയ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തേ. സാർ, സാർ അന്ന് രാവിലെ 8:05 ജയേഷ് വീട്ടിൽ നിന്ന് ഇറങ്ങി. 8:48 ആയപ്പോൾ ഷോപ്പിൽ എത്തുകയും ചെയ്തു. ഇതുവരെ ജയേഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് സാർ. പക്ഷേ അത് കഴിഞ്ഞ് 5 മണി വരെ ഷോപ്പിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം തെറ്റാണ് സാർ. അന്ന് രാവിലെ 10:05 തോമസിൻ്റെ ഫോൺ കോൾ വരുന്നു, ജയേഷ് ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് 11:08 മുതൽ 12:55 വരെ ഇവൻ്റെ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് കീരിക്കരയാണ്. അതായത് കൊല്ലപ്പെട്ട സുമയുടെ വീടിൻ്റെ ലൊക്കേഷൻ. പിന്നെ ഉച്ചയ്ക്ക് 1:45 നിന്റെ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് കുരിശമലയാണ്. അവിടെ നിന്നാണ് സുമയുടെ രക്തം പുരണ്ട തുണികളടങ്ങിയ ബാഗ് കണ്ടെടുത്തത്. മൊബൈൽ ടോർച്ച് അടിച്ച്. ജേഷേ, നിന്റെ കോൾ ഡീറ്റെയിൽസും ലൊക്കേഷൻ മാപ്പും ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിന്നെ ഒന്ന് അറിയിക്കാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. തോമസ് ചേട്ടനോട് നീ പറഞ്ഞ കൊച്ചിയിലാണെന്നാണ്. പോലീസിന് കൊടുത്ത മൊഴിയിൽ വൈകുന്നേരം വരെ കടയിലായിരുന്നു എന്നാണ്. പക്ഷെ കോൾ ഡീറ്റെയിൽസ് പ്രകാരം നീ അന്ന് കൊല്ലപ്പെട്ട സുമയുടെ വീടിൻ്റെ ലൊക്കേഷനിലായിരുന്നു. മൊത്തത്തിലൊരു ചേരായ്മ ഉണ്ടല്ലോ ജയേഷേ, നീ ഒന്ന് തെളിച്ചു പറ. ഞാനതൊന്നും ഓർക്കുന്നില്ല സാറേ. അല്ലെങ്കിൽ തന്നെ 1-2 കൊല്ലം മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ഓർത്തിരിക്കാനാണ്? പോലീസ് നായി നിന്നെ മണത്ത് പിടിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലടാ നീ ആ ബോഡി കാണാൻ വീട്ടിൽ പോകാതിരുന്നേ. എൻ്റെ പൊന്നു സാറേ, ഞാൻ ജോലിക്ക് പോയാലേ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കൂ. എൻ്റെ ജോലിയും കളഞ്ഞ് യാതൊരു ബന്ധവും പരിചയവും ഇല്ലാത്ത അവരെപ്പോലെ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി കാണാൻ പോകേണ്ട ആവശ്യം എനിക്കില്ല. എന്തൊരു കഷ്ടമാണിത്. എനിക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ല. ഞാൻ എത്ര പ്രാവശ്യമായി പറയുന്നത്? ഞാൻ നോക്കിയിട്ട് വരാം.